അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ആളിരമ്പം കാതുകൂർപ്പിച്ചാൽ ഇവിടെയും കേൾക്കാം. സഞ്ജുവിൻ്റെ മൂന്നാം വെടിക്കെട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ആരാധകർ. കണക്കും ചരിത്രവും നമുക്കെതിരാണ്. അതിനെ മറികടക്കുമ്പോഴാണല്ലോ പുതിയ കാലം പിറക്കുന്നത്. സൂര്യയുടെ ചിറകിലേറി കുതിക്കട്ടെ നമ്മുടെ ഭാരതം. എ കപ്പ് ഓഫ് T20യിലേക്ക് സ്വാഗതം. കളി വിലയിരുത്താൻ പ്രമുഖ ക്രിക്കറ്റ് പരിശീലകൻ P. ബാലചന്ദ്രൻ ഒപ്പം ചേരും. ഒപ്പം കൂടുതൽ വിവരങ്ങൾ നൽകാൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണനും ഉണ്ടാകും. പ്രേക്ഷകർക്കും വിളിക്കാം. ആര് ജയിക്കും എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം എന്താണ്? ആദ്യം P. ബാലചന്ദ്രനിലേക്ക്. സർ, സ്വാഗതം. ഭാരതവും ന്യൂസിലാൻഡും നേർക്കുനേരെത്തുമ്പോൾ ലോകകപ്പിലെ ചരിത്രം നമുക്ക് അനുകൂലമല്ല, കണക്കുകൾ നമുക്ക് അനുകൂലമല്ല, ഫൈനൽ നടക്കുന്ന സ്റ്റേഡിയത്തിലെ മത്സരഫലങ്ങളും നമുക്ക് അനുകൂലമല്ല. അതിനെയൊക്കെ മറികടക്കാൻ കെൽപ്പുള്ള ഒരു ടീമോ ഭാരതം? അല്ല, വാസ്തവത്തിൽ T20 ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം നമ്മൾ ചരിത്രത്തിന് അധികം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഈ കഴിഞ്ഞ ഒരു ലോകകപ്പ് കഴിഞ്ഞ് ഈ ലോകകപ്പിലേക്ക് വരുമ്പോഴേക്കും പല ടീമുകളുടെയും അവരുടെ ഒരു ഫോർമേഷനിൽ തന്നെ പല മാറ്റങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് T20 ക്രിക്കറ്റിൽ ആ ദിവസം നന്നായി കളിക്കുന്ന ടീം ജയിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുൻപ് നടന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരു ടീമിന് 2 വർഷം ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു ഗൗരവമായി ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഒരു ഫോർച്യൂൺസിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. ടീമിൻ്റെ നിലവാരം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ വിലയിരുത്താവുന്നുള്ളത്, ഈ ലോകത്ത് ഏറ്റവും സമ്മർദ്ദമില്ലാതെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമാണ് ന്യൂസിലൻഡ്. ഒരു ടീമും ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നത് കാണില്ല. അതുകൊണ്ടാണ് അവരുടെ ലോകകപ്പ് ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റെക്കോർഡ്സ് എന്നും നല്ലതാണ്. കാരണം അവരുടെ ഒരു സമീപനം എന്നും ഒരേപോലെയാണ്. 1975 ലോകകപ്പ് വെച്ച് അന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ ഫോർമാറ്റിലും അവർ സെമി ഫൈനൽ വരെയെങ്കിലും എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഒന്ന്. രണ്ടാമതായിട്ട് ഫീൽഡിങ്ങിൻ്റെ നിലവാരം ന്യൂസിലൻഡ് ഒരിക്കലും താഴെ പോകാത്തൊരു ടീമാണ്. ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ T20യിൽ അത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഇന്ത്യ വിജയിച്ചത് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ ഈ അടുത്ത വർഷങ്ങളിലുണ്ടായിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫീൽഡിംഗ് ആയിരുന്നു നമ്മൾ അന്ന് പ്രകടിപ്പിച്ചത്. അതിൻ്റെ ഫലമായിരുന്നു നമ്മുടെ ആ സെമി ഫൈനൽ വിജയം എന്നുള്ളത് നിസ്സംശയം പറയാം. അഫ്കോഴ്സ് നമ്മുടെ സഞ്ജുവിൻ്റെ ഇന്നിങ്സ്, ബുംറയുടെ ബോളിംഗ് എല്ലാം അവിടെ ഉണ്ടെങ്കിലും ആ ഫീൽഡിങ്ങിലെ ബ്രില്യൻസ് ആണ് ശരിക്കും കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. യെസ്, ബാലേന്ദ്ര സാർ, നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് വരാം. നമുക്ക് രണ്ടായി തന്നെ പറഞ്ഞു പോകാം, ഇന്ത്യ, ന്യൂസിലാൻഡ്. അങ്ങനെ അഭിഷേക് ശർമ്മ, നമ്മൾ ഈ ലോകകപ്പിന് മുമ്പ് ഏറെ പ്രതീക്ഷിച്ച ഒരു യുവതാരം. പക്ഷേ ഓസ്പിൻ ട്രാക്കിൽ കുടുങ്ങി പല കളികളിലും നേരത്തെ മടങ്ങി മികവ് പുലർത്താനായില്ല. പക്ഷേ അഭിഷേകിനെ നമുക്ക് ഫൈനലിൽ കളിപ്പിക്കാതിരിക്കാനാവില്ലല്ലോ. കാരണം ഒറ്റക്കളി കൊണ്ടെല്ലാം തിരുത്തി എഴുതാൻ കെൽപ്പുള്ള ഒരു യുവതാരമാണല്ലോ അഭിഷേക്, അല്ലേ? എന്നാണ് കണക്കുകൾ പറയുന്നത്. തീർച്ചയായിട്ടും അഭിഷേകിൻ്റെ ഈ പരമ്പര വരെയുള്ള മറ്റ് പരമ്പരകളൊക്കെ പരമ്പര എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിഷേകിൻ്റെ ഒരു ബ്രില്യൻസിനെ പറ്റി നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ അഭിഷേക് ശർമ്മയെ ബൗളർമാർ ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ മറികടക്കാൻ അഭിഷേക് ശർമ്മയ്ക്ക് പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം താങ്കൾ സൂചിപ്പിച്ച പോലെ ഓസ്പിൻ എന്നുള്ളൊരു കെണി മാത്രമല്ല, ഫാസ്റ്റ് ബോളേഴ്സ് പോലും ഈ 145 ഒക്കെ സാധാരണ എറിയുന്ന ഒരു പ്രേക്ഷകൻ ഒപ്പം ചേരുന്നുണ്ട്, രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. രവീന്ദ്രൻ, ഭാരതവും ന്യൂസിലാൻഡും നേർക്കുനേർ വരുന്നു. ആര് ജയിക്കുമെന്നാണ്? നമസ്കാരം സാർ. യെസ്, പറയൂ. ജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ ജയിക്കും സാറേ. നമ്മൾ ജയിക്കാതെ എവിടെ പോരാ. നമ്മൾ ജയിക്കണം എന്നുള്ളതല്ല നമ്മുടെ ആഗ്രഹം. നമ്മൾ കളിച്ച് ജയിക്കണം. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട്. പല കളിയിലും നമ്മൾ ഒരുപാട് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കളി തന്നെ നമ്മൾ 7 റണ്ണിനാണ് ജയിച്ചെന്ന് കൂട്ടിക്കോളാം. അവർ തന്നതിനേക്കാളും 3 ഇരട്ടി റണ്ണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തു. ബൗളിങ്ങിലും ഫീൽഡിങ്ങും ഉണ്ട്. ഫീൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ഷർ പട്ടേലിന്റെ 2 ക്യാച്ചുകളൊക്കെ നമ്മൾ ജയിച്ചത്. അല്ലാതെ ബൗളിങ്ങിന്റെ ഇഷ്ടം കൊണ്ടാണ് ജയിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. 2 ക്യാച്ചിലാണ് നമ്മൾ രക്ഷപ്പെടാൻ കാരണം. 7 റണ്ണിന് നമ്മൾ അവർ തന്നതിന്റെ 3 ഇരട്ടി എക്സ്ട്രാ കൊടുക്കണം. ആ എക്സ്ട്രാ എന്ന് പറയുമ്പോഴേക്ക്
10 റൺ എക്സ്ട്രാ കൊടുത്ത 10 ബോൾ അതിന് പകരം വരുക. ആ 10 ബോളെ പിന്നെ റൺ അടിച്ചെടുക്കുമല്ലേ. അപ്പൊ അതുകൊണ്ട് ബൗളിംഗ് ഇച്ചിരി നമുക്ക് മെച്ചപ്പെടാനുണ്ട്. ഫീൽഡിങ്ങും അതുപോലെ ഫീൽഡിങ് 2-3 പേരേ ഉള്ളൂ നല്ല ഫീൽഡിങ് പുലർത്താനുണ്ട്. ഇപ്പൊ ലോകകപ്പ് ആണ്, അത് തന്നെ ഒരു ഫൈനലാണ്. ചില മാറ്റം വരുത്തി എല്ലാം ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുവാണ്. നമുക്ക് ജയിക്കണമെന്ന്. പിന്നെ അഞ്ജുവിന്റെ അച്ഛന്റെ അമ്മയുടെ ആക്കമോദിന്റെ പ്രാർത്ഥന അതിന് ഉദാഹരണം നമുക്ക് ആ ക്യാപ്റ്റന്റെയും അവരുടെ ആ ക്യാച്ച് അവരുടെ പോകുന്നത്. ആ ക്യാച്ച് നമുക്ക് ഗുണം ചെയ്തു. പിന്നെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ സഞ്ജുവിന്റെ അച്ഛനും അമ്മയുടെ അകമൊഴിഞ്ഞ പ്രാർത്ഥനയാണ് ആ ക്യാച്ച് പോകാൻ കാരണം എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അയ്യപ്പനെയൊക്കെ വിശ്വസിച്ച് അയ്യപ്പനോടൊക്കെ ബാക്കിയോട്ട് നമുക്ക് കത്ത് കിട്ടണം, സഞ്ജുവിന് ഒരു കുറ്റിയെങ്കിലും അടിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അതുപോലെ ബൗളിങ്ങിന് വളരെ ശ്രദ്ധിക്കാനുണ്ട്. ഒത്തിരി എക്സ്ട്രാ കൊടുക്കുന്നുണ്ടാകും. ലൈനിൽ ലെന്തും ഇല്ലാതെ വളരെ ബോൾ എറിയുന്നുണ്ട്. ലൈനിൽ ലെന്തും ഇല്ലാതെ കീപ്പ് ചെയ്ത് ബോൾ എറിയുന്നത്. പിന്നെ സഞ്ജുവിന്റെ ഒരു കഴിവുകൊണ്ട് മാത്രം എത്ര ബൈ4 പോകേണ്ടതെന്ന് ഒത്തിരി ഈ ഓസ്ട്രേലിയ കൂടെ എറിഞ്ഞ് ഒരുപാട് ബൈഡ് ഓർമ്മയുണ്ട്. സഞ്ജുവിന്റെ കീപ്പിങ്ങിന്റെ ഒത്തിരി നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ദൈവം തുണയ്ക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് അവസരത്തിന് പോവാണ്. പിന്നെ സാറിന് അവാർഡ് കിട്ടിയാൽ എനിക്ക് സന്തോഷമുണ്ടോ? വളരെ സന്തോഷമുണ്ട് അവാർഡ് കിട്ടിയാൽ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. തിരിച്ചും ഏതായാലും ഇന്ത്യയുടെ ബൗളിങ്ങിനെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി. ബാലേന്ദ്ര സാർ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ വരുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്ന ഫ്ലോ പോകുമെന്നറിയാം, എങ്കിലും ഞാൻ ഇടപെടും. അങ്ങേക്ക് തുടരാം. അല്ല, അഭിഷേക് ശർമ്മയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അഭിഷേക് ശർമ്മയുടെ ആ ഒരു റിഥം നഷ്ടപ്പെടുത്തുന്നതിനുള്ള ഒരു രീതികളൊക്കെ ബൗളർമാർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു അതിനെ എത്രത്തോളം അതിനെ മറികടക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണമായിട്ട് തീരുക. അത് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിലൊരു പരാജയമാണ്. അദ്ദേഹത്തിൻ്റെ പ്ലാനിങ് മുഴുവൻ ഈ എങ്ങനെയെങ്കിലും കുറേ സിക്സർ അടിച്ച് രക്ഷപ്പെടുക എന്നുള്ള ശ്രമമാണ്. അത് എവിടെയും നടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇനി അദ്ദേഹത്തിൻ്റെ കളിയുടെ ശൈലിയിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ. ആ ഉണ്ടെങ്കിൽ എന്നുള്ള ഞാനൊരു ഫാക്ടർ പറയുന്നത്, നമ്മുടെ ടീമിൽ ഒരു പക്ഷേ അത് ഇപ്പോൾ ഫൈനൽസ് ആയതുകൊണ്ട് ഇതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പില്ലെങ്കിൽ പോലും ഇഷാന്തിനെ ഓപ്പൺ ചെയ്യിച്ച് നമ്മുടെ റിങ്കു സിംഗിനെ കൊണ്ടുവരാൻ ഇന്ത്യൻ ടീം ഒരു പ്ലാൻ ഇടുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഈ വിന്നിംഗ് കോമ്പിനേഷനെ വല്ലാതെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് സൂര്യകുമാർ. അത് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് ലോകകപ്പ് ആയതുകൊണ്ട് പെട്ടെന്നൊരാളെ കൊണ്ടുവന്ന് പ്രത്യക്ഷപ്പെടുത്തി നേടാനാകുമെന്ന ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാകും. റിങ്കു കളിച്ചു ശരി തന്നെ, എങ്കിലും ഇപ്പോൾ തിലക് വർമ്മ ആ സ്ലോ ഓവേഴ്സിൽ നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അല്ല, അതില്ലാന്നല്ല പറയുന്നത്. പക്ഷെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൽസിൻ്റെ ഒരു മാച്ച് വന്ന് നിൽക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ അതിനെ ആലോചിക്കാം. നമ്മളൊരു ഔട്ട് ഓഫ് ഫോം ബാറ്ററെ നമ്മൾ പെർസിസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫോമിന് വേണ്ടി ശ്രമിക്കണോ, അതോ ഒരു സംവാട്ട് അദ്ദേഹം കളിച്ച മാച്ചിൽ വളരെ നന്നായിട്ട് ചെയ്തൊരു ഒരു ബാറ്ററാണ്, നന്നായിട്ട് ഫീൽഡിങ് ചെയ്യുന്ന റിങ്കു സിംഗിനെ വെച്ചൊരു ചാൻസ് എടുക്കണോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. കാരണം തിലക് വർമ്മയുടെ കാര്യമൊക്കെ ശരിയാണ്. അദ്ദേഹം അവിടെ ആ പൊസിഷനിൽ കളിച്ച കളിയൊന്നും എല്ലാ ബാറ്റർമാരും ഒരു പൊസിഷൻ ചിലപ്പോൾ അഡ്വാൻസ് ചെയ്യേണ്ടി വരുന്നു മാത്രം ബാറ്റിംഗ് ഓർഡറിൽ ചെയ്തേക്കാം. കാരണം ഇന്ത്യ ആദ്യം ചില മത്സരങ്ങളിൽ അങ്ങനെ കളിക്കുകയുണ്ടായി. അതൊന്ന്. രണ്ടാമത്തെ കാര്യം വരുന്നത് ഈ പ്ലേയിങ് ലെവലിൽ വരുൺ ചക്രവർത്തി എന്നുള്ള ചോദ്യചിഹ്നമാണ് വലിയ കാര്യമായിട്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു തലവേദനയായി ഇന്ത്യൻ ടീമിന് തോന്നുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനപ്പോൾ ഒന്ന് ഇടയ്ക്ക് കയറിയ വരുൺ ചക്രവർത്തിയെ കുറിച്ച് തന്നെ ചോദിക്കണമെന്നുണ്ട്. വരുണിലേക്ക് വരാം. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, മോഹനൻ ഇരിങ്ങാലക്കുട. രാധാകൃഷ്ണൻ ഇരിങ്ങാലക്കുട. ശ്രീ രാധാകൃഷ്ണൻ, നമ്മളിന്ന് കപ്പ് ഉയർത്തണമെന്ന് വളരെ ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം ഇത് നേടിയാൽ തുടരെ 2ാമത്തെ കപ്പാണ്, ചരിത്രത്തിൽ 3ാമത്തെ T20 ലോക കിരീടമാവും. അതിന് സാധ്യതയുണ്ടോ? നമ്മൾക്ക് സാധ്യതയുണ്ടല്ലോ. കാരണം നമ്മൾക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ഫോമിലാണ് ഇപ്പൊ നമ്മള്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഇന്ന് വിജയിക്കാൻ പ്രതീക്ഷിക്കാം. യെസ്, രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നൊപ്പം ചേർന്നത്. ശ്രീ പി ബാലചന്ദ്രൻ, വരുൺ ചക്രവർത്തിയെ കുറിച്ചൊരു ആശങ്ക അങ്ങ് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഈ വരുണിൻ്റെ കൈവശം എല്ലാ പന്തുകളുമുണ്ട്. അതായത് ഒരു വൈവിധ്യമുള്ള അശ്വിന് ശേഷം ഒരുപക്ഷെ ഒരു വൈവിധ്യമുള്ള ബൗളറാണ് വരുൺ ചക്രവർത്തി. അത് അയാളുടെ ചുരുങ്ങിയ ചരിത്രം പറയുന്നുമുണ്ട്. പക്ഷേ ഈ സൂപ്പർ 8-ൽ പ്രത്യേകിച്ചും 11.6 റൺസ് വീതമാണ് ഒരു ഓവറിൽ വഴങ്ങിയിരിക്കുന്നത്. അടിച്ച് തകർക്കുകയാണ്. കഴിഞ്ഞ കളിയിൽ 4 ഓവറിൽ 64 റൺസാണ് വഴങ്ങിയത്. നമ്മൾ ജോഫ്ര ആർച്ചറെ കളിയാക്കി നിന്നു. അപ്പോഴാണ് വരുൺ ചക്രവർത്തി ഇത്രമേൽ അടിവാങ്ങിയത്.
എന്താണ് വരുണിന്റെ ബൗളിങ്ങിന് പറ്റിയത്? എനിക്ക് തോന്നുന്നു ഒരല്പം ഷോർട്ട് ആകുന്നുണ്ട്, ഒരു 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 കുറച്ച് ഇഞ്ചുകൾ പിന്നിലേക്ക് പന്ത് വീഴുന്നു എന്നൊരു സംശയമുണ്ട്. അത് മാത്രമല്ല, വരുൺ ചക്രവർത്തി ഈ ബൗളിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനാണ് ശ്രമിക്കുന്നത്. അടിക്കുന്ന സമയത്ത് ബൗളിങ്ങിൻ്റെ സ്പീഡ് കൂട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവുക എന്നുള്ളൊരു നിലയിലേക്ക് മാറിയിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ വെട്ടു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കാരണം ഒരു ബൗളർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് തനിക്ക് ഇണങ്ങാത്ത പല കാര്യങ്ങളും ഗ്രൗണ്ട് വെച്ച് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയെങ്കിലും ഒരു ഓവർ തീർത്തെടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഒരു ബൗളർ മാറിക്കഴിഞ്ഞാൽ നമുക്കത് അവരുടെ ബോഡി ലാംഗ്വേജിലും അത് പ്രയോഗിക്കുന്ന രീതിയിലും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ രീതിയിലൊരു വളരെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഈ ഇടയിലുള്ള 2 ദിവസം കൊണ്ട് എത്രത്തോളം മാനസികമായിട്ട് അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യചിഹ്നമാണ്. അതല്ലാന്നുണ്ടെങ്കിലുള്ള ഓപ്ഷനാണ് കുൽദീപ് യാദവ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യം താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു വിന്നിങ് കോമ്പിനേഷനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ളൊരു അപ്രിഹെൻഷൻ ടീം മാനേജ്മെൻറ്റിനുണ്ടാവും. പക്ഷേ എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ വരുൺ ചക്രവർത്തിയുടെ റീസെൻറ്റ് പെർഫോമൻസസ് കണ്ടാൽ ഒരു മാറ്റം ആവശ്യമല്ലേ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ സംശയം. യെസ്, അതാണ് കുൽദീപിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം നമുക്ക് പ്രതീക്ഷിക്കാം. മറുവശത്ത് ഇതൊരു മിക്സഡ് ട്രാക്കാണെന്ന് കേൾക്കുന്നു. അതായത് ചെമ്മണ്ണും കരിമണ്ണും ചേർന്ന കുറച്ച് പേസിനെ സാധ്യതയുള്ള ഒരു പിച്ചാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിറാജിനെ പരിഗണിക്കാൻ ഇടയുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിച്ചിൻ്റെ സ്വഭാവം എന്തായാലും ന്യൂസിലൻഡ് ഫാസ്റ്റ് ബൗളർമാർക്ക് അനുകൂലമാക്കാൻ ഇന്ത്യ ശ്രമിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം എത്രയൊക്കെയാണെങ്കിലും നമ്മൾ ഈ പിച്ചിൻ്റെ ഫൈനലൈസേഷൻ ചെയ്യുന്നത് ICCയുടെ അതോറിറ്റീസൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ആ പിച്ചുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ചുമതല ഒരു ഹോം ഗ്രൗണ്ട് അതോറിറ്റീസിന് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ ബൗൺസ് കൂടിയ ഒരു പിച്ച് പ്രൊവൈഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഓഫ് കോഴ്സ് റെഡ് എർത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ന്യൂസിലൻഡിൻ്റെ വളരെ നല്ല ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്കാണ്. മാറ്റ് ഹെൻറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫെർഗ്യൂസൻ ആയിക്കോട്ടെ, അങ്ങനെ ഫാസ്റ്റ് ബോളിങ്ങിന് മികവുള്ള കുറച്ച് ബൗളേഴ്സ് അവർക്കും ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ ഒരു പിച്ച് അത്രത്തോളം ഇതായിട്ടുള്ളൊരു പിച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഗ്രൗണ്ട് അതോറിറ്റീസ് കൈമാറിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഈ കുൽദീപ് യാദവിനെ ജനറലി ഒരു സാധാരണ വലിയ ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ പരീക്ഷിക്കാവുന്ന നല്ലൊരു ആയുധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അഹമ്മദാബാദിലെ വലിയ ഔട്ട്ഫീൽഡാണ്. ഈ മുംബൈയിലെ പോലെ വളരെ എളുപ്പം, മാത്രമല്ല ഈ ഫിൻ അലനെ പോലുള്ള വെടിക്കെട്ട് ബാറ്റർമാർ അവിടെ ഉള്ളപ്പോൾ ഒരു ലെഗ് സ്പിന്നറെ കൊണ്ടുവരുന്നത് നന്നാവും എന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരവ് അങ്ങ് തരണം.